ഹായ് 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 താങ്ക് യു. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ കൊച്ചിയിലെ രാജഗിരി കോളേജിലാണ്. ഞാൻ എന്തിനവിടെ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു നിമിഷം അങ്ങ് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ചധികം ദിവസങ്ങളായി ഇപ്പോൾ ഒരു നിമിഷത്തിൻ്റെ എപ്പിസോഡുകൾ മുഴുവനും നിങ്ങൾ സ്റ്റുഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു നിമിഷം കോളേജുകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. പല കലാലയങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട്. നല്ല സ്വീകരണം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിലെ ഏറ്റവും നല്ല വിദ്യാലയങ്ങളിലൊന്നായ ഈ രാജഗിരി കോളേജിലെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി കോളേജിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ പരിപാടിയുടെ ചിത്രീകരണം നേരിട്ട് കാണാനുള്ള ഒരു സുവർണാവസരമാണ്. പേടിക്കേണ്ട, നിങ്ങളുടെ കോളേജിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട്. PCR എല്ലാം ഓക്കെ ആണല്ലോ? തുടങ്ങാം. ചരിത്രം വഴിമാറുന്നു. ഇതിനകം സ്റ്റുഡിയോയിലൂടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കണ്ട ഒരു നിമിഷം ഇന്ന് ഒരു വിദ്യാലയത്തിന്റെ അകത്തളങ്ങളിൽ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നു. ഈ പരിപാടിക്ക് 5 നിയമങ്ങൾ മാത്രം. വാക്കുകൾ ആവർത്തിക്കരുത്, വ്യാകരണ പിഴവ് പാടില്ല, ഉദ്ധരണികൾ പാടില്ല, വാക്കുകൾ തമ്മിൽ ഇടവേള ഇടാൻ പാടില്ല, ഒരു കാരണവശാലും വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. നിയമങ്ങൾ തെറ്റിച്ചാൽ തടസ്സവാദങ്ങൾ ഉന്നയിക്കാം. പക്ഷെ ഉന്നയിക്കുന്ന തടസ്സവാദങ്ങൾ തെറ്റാണെങ്കിൽ 7 അവസരം മാത്രമേ ഒരു മത്സരാർത്ഥി കിട്ടൂ. 7ാമത്തെ തവണ വീട്ടിലേക്ക് പോകാം. ഓരോ തവണ തെറ്റുമ്പോഴും തടസ്സവാദം തെറ്റായി വരുമ്പോൾ ഈ കാർഡ്, ഈ പച്ചക്കാർഡ് ഞാൻ കാണിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം പച്ചക്കാർഡും ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സാധനം പച്ചക്കാർഡുമാണ്. ഇതിൽ പങ്കെടുക്കുന്നത് കാസർഗോട്ടെ സച്ചിൻ ഷാജി. സച്ചിൻ, എന്തൊക്കെയാ നാട്ടിൽ വിശേഷങ്ങൾ? കല്യാണമൊക്കെ കഴിഞ്ഞോ? ഇല്ല സാറേ, 21 വയസ്സ് കഴിഞ്ഞിട്ടില്ല. എന്നും പറഞ്ഞൊരു കല്യാണം കഴിച്ചൂടെ? അല്ല, എന്നാലും നമ്മുടെ നാട്ടു നടപ്പുണ്ടല്ലോ. ഓക്കെ. നാട്ടിലൊക്കെ എന്താ ഇപ്പൊ വർത്തമാനം? നല്ല മഴ കഴിഞ്ഞാൽ? അല്ല സാറേ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ നാട്ടിൽ പോയിട്ടില്ല. കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടാണ് മിക്കാറും പല അനുഭവിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു സച്ചിൻ. രാജഗിരി ബിസിനസ് സ്കൂളിലെ ബിരുദാനന്തര ബിരുദ ആദ്യ വർഷ വിദ്യാർത്ഥിനി മീര കെ സുരേഷ്. അപ്പൊ മീരയെ കുറിച്ച് അറിയാൻ എനിക്ക് വലിയ കൗതുകവും ത്വരയും ഉണ്ട്. ത്വര എന്ന് പറഞ്ഞാൽ അറിയാലോ? ആ ത്വര അനുസരിച്ച് മീര എന്ന് പറഞ്ഞേ. ആലായാൽ തറ വേണം, മടുത്തോരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. അതെ, ഈ പറഞ്ഞ സൗന്ദര്യങ്ങളെല്ലാം തുളുമ്പുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാനും വരുന്നത്, ആലപ്പുഴയിലെ ചേർത്തലിൽ നിന്നും. അപ്രതീക്ഷിതമായി എൻ്റെ അതേ പേരും അതേ നാടും എൻ്റെ അയൽവക്കക്കാരിയും കൂടെ ആയ മറ്റൊരു മീര ഇവിടെയുണ്ട്. അതിനാൽ ഞാൻ എൻ്റെ നാട്ടിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. 1994 നവംബർ 20-ാം തീയതി ശ്രീമാൻ സുരേഷിന്റെയും ശ്രീമതി ജയശ്രീയുടെയും മൂത്ത പുത്രിയായി ഞാൻ ജനിച്ചു. എല്ലാവരും ഉണ്ട് വീട്ടിൽ, അച്ഛൻ, അമ്മ, അനുജത്തി, അമ്മുമ്മ, അപ്പൂപ്പൻ, എല്ലാവരും. പക്ഷെ ഇന്നിവിടെ നിൽക്കുന്നത് മറ്റൊരു സന്തോഷം കൊണ്ടുമാണ്. രാജഗിരിയിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഇതാ മൊത്തം ഹാപ്പിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ 13ാമത്തെ ഇൻഫ്ലോറെ ഇവിടെ അരങ്ങേറാൻ പോവുകയാണ്. ഇതാണ് ഇൻഫ്ലോറെ. ആക്ച്വലി ഈ വരുന്ന ഒക്ടോബർ 6-ഉം 7-ഉം അതുകൂടെ ഞങ്ങൾ എല്ലാ സ്റ്റുഡൻസും ഒത്തുചേർന്ന് ഞങ്ങളുടെ മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ മുഖ്യധാരയിൽ എത്തിക്കാൻ വേണ്ടി ഈ കോളേജ് മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് ഇൻഫ്ലോറെ. അതിനാൽ ഈ രാജഗിരി ഒന്നടങ്കമായി എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു നിമിഷത്തിന്റെ വയനാട്ടിലെ താരം കിഷോർ തോമസ്. എന്തൊക്കെയാ കിഷോർ വിശേഷം? നല്ല സുഖമായിരിക്കുന്നു. വയനാട്ടിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പം നന്നായി മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം. ഞങ്ങളുടെ പുഴയൊക്കെ ഒന്ന് നിറഞ്ഞ് ഞങ്ങളുടെ വള്ളിയൂർക്കാവ് പാലമൊക്കെ ഒന്ന് മുങ്ങി 2 ദിവസം ക്ലാസ്സിൽ പോവാതിരിക്കാൻ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥി തമീൻ താജ്. നമസ്കാരം, എൻ്റെ വീട് കോഴിക്കോടാണ്. മൊയ്തീൻ കോയുടെ മൂത്ത മകനാണ്. തനൂജ PT ആണ് ഉമ്മ. പിന്നെ പെങ്ങൾ ഐഷ തമ്മന ഇപ്പം എൻട്രൻസ് എഴുതി റിസൾട്ട് വരാൻ കാത്തിക്കാണ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. രാജഗിരി BTech 3rd ഇയർ വിദ്യാർത്ഥിയാണ്. ആലപ്പുഴയിലെ ഒരു നിമിഷത്തിന്റെ അവിവാഹിത മീര മുരളീധരൻ. ഈ പരിപാടിയിൽ വന്നതിന് ശേഷം പ്രണയലേഖനങ്ങളോ അങ്ങനെ എന്തെങ്കിലും
വേണ്ട ഇപ്പൊ അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചേക്ക. പറഞ്ഞോണ്ട് ഇഷ്ടം പോലെ, പക്ഷെ നമ്മളത് തൽക്കാലം വേണ്ടാന്ന് വെച്ചേക്ക. ഓക്കെ ഓക്കെ അതെന്തോ ഇതെല്ലാം കൂടെ ആനുവൽ പരീക്ഷ കഴിഞ്ഞ് വായിക്കാതിരിക്കാണോ വീട്ടിൽ കൊണ്ടുപോയി? അല്ല എനിക്കൊരു ചേച്ചിയുണ്ട്, അപ്പൊ എന്നെ തൽക്കാലം ചേച്ചിയുടെ കാര്യം കഴിഞ്ഞു. അപ്പൊ എല്ലാ ലേഖനവും ചേച്ചിക്ക് അയച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ ഒരു കാര്യം, ഇനി ദേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ 2ാം വർഷ ബികോം വിദ്യാർത്ഥി രാംശങ്കർ MV. രാംശങ്കർ നിങ്ങളുടെ കോളേജിലേക്ക് വന്ന അതിഥിയാണ്. രാംശങ്കറിനെ കുറിച്ച് ഒന്ന് പറയൂ. 16/6/1998 രാമസ്വാമി അയ്യരുടെ മൂത്ത പുത്രനായ വെങ്കടേശ്വര അയ്യർക്കും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയായ ഗിരിജയ്ക്കും ഒരു പുത്രനുണ്ടായി. സരസ്വതി അമ്മയുടെ പ്രിയപ്പെട്ട പേരക്കിടാവ് ലക്ഷ്മി വെങ്കടേഷ് എന്ന എന്റെ പൊന്നോമന ചേച്ചിയുടെ പ്രിയ അനുജൻ. അതെ, ഞാൻ രാംശങ്കർ വരുന്നു വൈക്കത്ത് നിന്നു. അപ്പന്റെയും അപ്പന്റെയും പേരിന്റെ കൂടെ അയ്യർ ഉള്ളതുകൊണ്ടായിരിക്കണം എനിക്ക് മാത്രം എന്റെ അപ്പൻ അയ്യർ എന്നിട്ടില്ല. ഈ രാജഗിരിയുടെ അമ്മ എന്നറിയപ്പെടുന്ന തേവര തിരുഹൃദയ കലാലയത്തിലെ ഒരു അംഗമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്റെ കോളേജിലുള്ള എല്ലാ അധ്യാപകർക്കും സ്പീക്കേഴ്സ് ഫോറം കമ്മിറ്റിക്കും എന്റെ കോളേജ് യൂണിയനും നന്ദി അറിയിക്കുന്നു ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരം നൽകിയത്. ഇനി എന്നോടൊപ്പം അവതാരക അശുക ഓംകുമാർ. അശുക പഠിച്ചത് ഇവിടെ അല്ലേ? ഈ കോളേജിലേക്ക് ഒരു അവതാരകയായിട്ട് വന്നപ്പോ എങ്ങനെയുണ്ട്? സർ, ഞാൻ ഇത് തീരെ പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഇപ്പൊ നടക്കുന്നത്. ഇത് ഇവിടെ വന്ന് കണ്ടക്ട് ചെയ്തതിന് ഞാൻ മുഖ്യ വാഗ്മി അവാർഡ് കിട്ടിയ പോലെ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, എന്റെ രാജഗിരിയൻസ് ആണ്. വെൽക്കം മൈ ഫെലോ രാജഗിരിയൻസ്. ഒരു നിമിഷത്തിൽ ഏറ്റവും നല്ല വാഗ്മിയെ കണ്ടെത്താനുള്ള മത്സരം ഇവിടെ ആരംഭിക്കുന്നു. പങ്കെടുക്കുന്നവർ രാജഗിരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ വിദ്യാർത്ഥികളും മത്സരാർത്ഥികളായി വരും. നമ്മൾ ആദ്യ റൗണ്ടിലേക്ക് കടക്കുന്നു. പൊതുവൃത്തം. അതിവിഷയം കൊടുത്താൽ രാജഗിരിയിലും കിട്ടും. സംസാരിച്ചു തുടങ്ങേണ്ടത് രാജഗിരി ബിസിനസ് സ്കൂളിലെ മീര കെ സുരേഷ്. എന്തിനൊക്കെയോ കൊടുത്തിരിക്കണേ. ഇങ്ങനെ പറഞ്ഞ ഈ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ നാം ചിന്തിക്കണം, എവിടെ ആ സാധനം കൊടുത്താലും നമുക്കത് കിട്ടിയിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പറയുമ്പോൾ 2 തവണ പറഞ്ഞു. താങ്കൾക്ക് സംസാരിക്കാം. കൊടുത്തതിലുപരിയായി ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലുള്ള യാന്ത്രികവും സാംസ്കാരികവും കലാപരവുമായിട്ടുള്ള പട്ടണത്തിൽ ഭൂതത്തിൽ നിന്ന് പുലി മുരുകനിൽ വരെ പോകുന്ന പുലി മുരുകൻ അല്ല, അവിടെ വിക്കി പട്ടണത്തിൽ ഭൂതത്തിലെ പോലെ പുലിമുരുകൻ വിക്കി. ശ്വാസം മുട്ടിയതാണ്. മീര തുടരാം. അങ്ങനെ തടസ്സം ഞാൻ ആകെ. സച്ചിൻ. കേരളത്തിന്റെ മണിമുത്തായ സെന്റ് തോമസ് കലാലയത്തിൽ നിന്നും രാജഗിരിയുടെ മണ്ണിൽ വന്ന് നിൽക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ ഒട്ടനേകം മഹാന്മാരുടെ നീണ്ട നിര പരിശോധിക്കുമ്പോൾ ഒപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന ചാവറയിലെ വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ചൈതന്യം തുടിക്കുന്ന ഈ അങ്കണത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന വേളയിൽ രാജഗിരിയെ കൊടുത്താൽ കിട്ടും എന്ന് പറയുന്ന ഇത്തരം സംസ്കാരത്തെ കുറിച്ചുള്ള ഒരു ചോദ്യം തുടിക്കുന്ന 2 പ്രാവശ്യം പറഞ്ഞു. എന്തിനു 2 തവണ പറഞ്ഞു? അതിന് വിഷമായി. മീരയ്ക്ക് തുടരാം. തുടിപ്പുകൾ പലവിധമാണ്. രാജഗിരിയിലേക്ക് വരുമ്പോൾ അത് വിവിധ തരങ്ങളും. സച്ചിൻ. ഹൃദയത്തുടിപ്പുകൾ ഉയർന്നത് കൊണ്ടാകാം ആ വാക്കിനെ കുറിച്ച് മീര ഇത്രത്തോളം ആകാംക്ഷയോടെ സംസാരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഈ തരുണീമണികളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ ഹൃദയവും ആ വസ്തു ചെയ്യുന്നുണ്ട്. കിഷോർ കിഷോർ. എന്റെ മനസ്സ് ഒരു നിമിഷം തുടിച്ചു പോവുകയാണ്. കാരണം തരുണീമണികളായ നിങ്ങളെ കാണുമ്പോൾ തരുണിമണികളെ കണ്ടപ്പോ ഗദ്ഗത കണ്ഠനായി. താങ്കൾക്ക് തുടരാം. കൊടുത്താൽ രാജഗിരിയിൽ മാത്രമല്ല, അങ്ങ് സേക്രഡ് ഹാർട്സിലും സെന്റ് തോമസിലും സെന്റ് ആൽബർട്ട്സിലും സെന്റ് മേരിയിലും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഞങ്ങൾക്ക് ഒരു എന്തുകൊണ്ടാണ് സെന്റ് എന്ന വാക്ക് ഉപയോഗിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പേരാണോ? രാംശങ്കർ തുടരാം. പേരുകൾ തുടരാം. എറണാകുളത്തിലെ കലാലയങ്ങളെ പരിചയമില്ലാത്ത സുഹൃത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഇവിടെ കൊടുത്താൽ മീര മുരളീധരൻ, ആലപ്പുഴ, ചേർത്തല. കടങ്കഥകളും പഴഞ്ചൊല്ലുകളുമാണ് കേരളത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന ഈ പഴമൊഴിയിൽ നിന്ന് തന്നെ ഈ ഒരു വിഷയം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ഒരുപക്ഷെ നാം ഓരോ പഴമൊഴി ആവർത്തിച്ചു. പഴഞ്ചൊല്ലാണ് സാർ ഞാൻ പറഞ്ഞത്. പഴഞ്ചൊല്ലുകളും കടങ്കഥകളുമാണ്. അങ്ങനെയുള്ള ഈ ഒരു നാട്ടിൽ നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഈ ഒരു നാട്, ഈ ഒരു വിഷയം, അത്തരത്തിലൊരു വിഷയം സഹോദരി പറഞ്ഞപ്പോഴാണ് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അന്ന് 1947 ഓഗസ്റ്റ് 2-ാം തീയതി എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് എന്താ ഓടിയെത്തിയത്? ഒരു സാധനം കൊടുത്തു. താങ്കൾക്ക് തുടരാം. തമീം.
സാർ, ഈ വിഷയങ്ങൾക്ക് ഉപരിയായി പല സംഭവങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുമ്പോൾ നമ്മുടെ വീക്ഷണങ്ങളിലൂടെ മുന്നിലേക്ക് പോകുമ്പോൾ മെല്ലെ നടന്നാലും ഓടിയാലും ചാടിയാലും കിതച്ചാലും പറഞ്ഞില്ലെങ്കിലും ഓടിക്കാടി കൈകളിൽ പറയുക കണ്ടോ? അപ്പൊ താങ്കൾ കിഷോറിന് തുടരാം. കിഷോർ, കാൽപ്പനിക ലോകത്തിന്റെ വശ്യമായ സൗന്ദര്യത്തിന് വശംവദരായിപ്പോയി അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയ പുതുതലമുറയാണ് ഈ വിഷയം കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ശ്രീകണ്ഠ സാർ മൊഴിഞ്ഞ വാക്കുകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു കോഴിയെ പോലെ ചികിത്സ നടത്തുമ്പോൾ എന്റെ ഹൃദയം എന്ത് പറഞ്ഞു? താങ്കൾക്ക് തുടരാം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന ഈ പഴമൊഴിയിൽ നിന്നും ഞാൻ എന്റെ നാട്ടിലേക്ക് ഒന്ന് പോയിക്കൊള്ളട്ടെ. ആലപ്പുഴയിലെ ചെറു നഗരമായ ചേർത്തലയിൽ ഇത്തരത്തിലുള്ള സുന്ദരമായ പല വസ്തുതകളും നമുക്ക് കിട്ടും. മറിച്ച് സുന്ദരന്മാരായ പുരുഷന്മാർ, തരുണീമണികളായ സ്ത്രീകൾ, കൊച്ചുകുട്ടികൾ, വൃദ്ധന്മാർ മുതൽ പല തരത്തിലുള്ള കഴിവുകളുള്ള വിശിഷ്ടരായ വ്യക്തികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രവുമല്ല ഇത്തരത്തിലുള്ള ഈ ഒരു പഴമൊഴി സച്ചിൻ ഓഗസ്റ്റ് 2-ാം തീയതിയെ കുറിച്ച് അല്പം മുമ്പ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ മീര പറയുകയുണ്ടായി, ആ ദിവസങ്ങളിൽ ജോർജ് കുട്ടിയും കുടുംബവും തൊടുപുഴയിൽ ധ്യാനത്തിന് പോയിട്ടുണ്ടാകും. പ്രസ്തുത വസ്തുതയെ കുറിച്ച് നമ്മൾ ഇവിടെ അല്പം പരിഗണിക്കേണ്ടതില്ല. അത് മാത്രമല്ല, കൊടുത്താൽ രാജഗിരിയിലും കിട്ടും എന്നുള്ള ഈ വിഷയത്തെ കുറിച്ച് മൊഴിഞ്ഞു വരുമ്പോൾ ഈ മീരയല്ലേ? ഇങ്ങോട്ട് മീര. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് ഒരു വട്ടം കൂടെ പറഞ്ഞു കൊള്ളട്ടെ. മാത്രമല്ല ഒരു വട്ടം വിക്കി അതെന്താ അപ്പൊ പറയാൻ കുറച്ചിങ്ങ് വന്നില്ലേ ഈ സാധനം കത്തണ്ടേ സാറേ? ആവിക്ക് പോട്ടെന്ന് വെച്ചാലോ? അല്ല, ഇത് കത്തണ്ടേ? അല്ല, ഞാൻ പറഞ്ഞു, ഇത് കത്തിയില്ല. ചേർത്തലക്കാരി കരഞ്ഞു പോകും. ഇവിടെയുള്ള എല്ലാവർക്കും ഈ സമയം ഒരു സംശയം ഉണ്ടാകാം. ഈ നിൽക്കുന്ന എല്ലാവരും വന്നു. താങ്കൾക്ക് തുടരാം. കൊടുത്താൽ ഏത് സ്ഥലത്തും കിട്ടുമായിരിക്കാം, പക്ഷെ എന്റെ കയ്യിൽ നൽകാൻ ഒന്നുമില്ലെന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു കൊള്ളട്ടെ. 500 ഉറുപ്പിക മടക്കിൽ കീശയിൽ വെച്ച് തരുന്നതിന് പകരം നനഞ്ഞ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകി വരുന്നത് കണ്ട് കവിളിൽ ചുംബനമേകി പറഞ്ഞയച്ച അമ്മച്ചിയെ സ്മരിച്ചു കൊള്ളുന്നു. കാരണം പുള്ളിക്കാരിയുടെ കയ്യിലും എനിക്ക് ദാനമായി നൽകാൻ കാരണം ആവർത്തിച്ചോ ഇല്ല. താങ്കൾക്ക് തുടരാം. അമ്മച്ചിയുടെ മധുര നേരത്തെ പറഞ്ഞ അമ്മച്ചിയാ അല്ലേ? അത് തടസ്സം മുമ്പുള്ള അമ്മച്ചിയാ. താങ്കൾക്ക് തുടരാം. സച്ചിൻ ഷാജി തുടരൂ. അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞു വരുമ്പോൾ ചന്തമുള്ള കുന്തളം അഴിച്ചിട്ട് കുന്തത്തലപ്പിലെ പന്തത്തിലെരിയുന്ന ചെന്തി പോലെ കുന്തളം കുന്തവും രണ്ടാണ്. കുന്തം രണ്ട് സാധനം. കുന്തം മറ്റേ സാധനം, കുന്തളം മുടി. റെഡി. താങ്കൾക്ക് തുടരാം. തടസ്സവാദം തെറ്റ്. കൈ അടിച്ചു കൊടുത്തേ. ഓക്കെ, താങ്കൾക്ക് തുടരാം. അപ്പൊ ഒന്ന് നോട്ട് ഡൗൺ. താങ്കൾക്ക് തുടരാം. കുന്തത്തലപ്പിലെ പന്തത്തിലെരിയുന്ന ചെന്തി പോലെ കുന്തി ദേവിയെ കണക്ക് ചിന്താനീതി. മീര, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സംശയത്തെ നിരാകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. സുന്ദരികളായ സ്ത്രീജനങ്ങളെയും സുന്ദരന്മാരായ പുരുഷന്മാരെയും ഞെങ്ങിപ്പോയി ഞെങ്ങരുത്. താങ്കൾക്ക് തുടരാം. ഇങ്ങനെയുള്ളവരെ വേർതിരിച്ച് മറ്റേ സാധനം വേണോ? വേണ്ട. വേർതിരിച്ച് നിർത്തുന്ന ഞങ്ങളുടെ ചേർത്തലയിലേക്ക് കടന്നു ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വിവിധ തരത്തിലുള്ള കാഴ്ചകൾ കിഷോർ അവിടെ തെറ്റുണ്ട്. എന്താ തെറ്റിയത്? മറന്നുപോയി. മീരയുടെ ഭാഗ്യം, പുള്ളി മറന്നുപോയി. താങ്കൾക്ക് തുടരാം. അരുവികൾ, പുൽമേടുകൾ, നാനാവിധത്തിൽ ശബ്ദമുണ്ടാക്കി പറക്കുന്ന പക്ഷിലാദികൾ എന്നിവയെല്ലാം സച്ചിൻ പറഞ്ഞു വരുമ്പോൾ നാക്കുളുക്കിയ പ്രിയ മീര എന്ന സുഹൃത്തിനോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടരട്ടെ. കൊടുത്താൽ രാജഗിരിയിലും കിട്ടും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഇവിടെ ഇപ്പോൾ രാജഗിരിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിഷയമാണ് സർ. സച്ചിൻ തുടരാം. മീര, സച്ചിൻ തുടരാം. എന്താണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ അത് കൈനിറഞ്ഞ പ്രോത്സാഹനമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും വിക്കിയോ? അപ്പൊ മീരയ്ക്ക് തുടരാം. സർ വിക്കിപീഡിയോ? ഓക്കെ. അപ്പൊ മീര കെ സുരേഷ് ഒരു വിക്കിപീഡിയ എന്ന് പ്രഖ്യാപിക്കുന്നു. താങ്കൾക്ക് തുടരാം. വിക്കലുകൾ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയ സുഹൃത്തെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുവാ? എവിടെ? ഇനിയും തടസ്സം വിളിക്കലേ എന്ന പ്രിയ ഒരു രാജഗിരി കലാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ മനസ്സിൽ ആദ്യമായി ഓർമ്മ വന്നത് വന്നപ്പോൾ എന്ന് പറയുന്നത് ഒരു ക്രിയ. വന്നത് എന്ന് പറയുന്നതും താങ്കൾക്ക് തുടരാം. കൊടുത്താൽ രാജഗിരിയിൽ മാത്രമല്ല കേരളത്തിൽ എവിടെയും കിട്ടും. ഇങ്ങനെ വിതച്ചത് കൊയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മൊഴിയേണ്ടിയിരിക്കുന്നു. കാരണം
കൊണ്ടിരിക്കുന്നു എന്നുള്ള 2 പ്രാവശ്യം കൊണ്ടിരിക്കുന്നു എന്നുള്ള 2 പ്രാവശ്യം പുള്ളിക്ക് കൊണ്ടോ ആശിക കൊണ്ടു കിഷോറിൽ ഈ സമയം അവസാനിക്കും. താങ്കൾക്ക് തുടരാം. കൊടുത്ത പലതും വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരവസരത്തെ ഓർത്ത് ഖേദിക്കല്ലേ പ്രിയ സച്ചിൻ സുഹൃത്ത് എന്ന് ആവർത്തിച്ചുകൊണ്ട് സംസാരിച്ചു കൊള്ളുന്നു. എന്റെ വാക്കുകൾ ഇടറുന്നുണ്ട്. കാരണം വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്നും എന്റെ വാക്കുകൾ സമയം അവസാനിച്ചു. അപ്പൊ നമ്മൾ ഈ അടുത്ത വിഷയത്തിലേക്ക് കടക്കും. മീര വെൽ ഡൺ കേട്ടോ. ഇനി സംസാരിക്കേണ്ടത് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിലെ തമീം താജ്. നമ്മൾ ഈ കലാലയങ്ങളിലൊക്കെ പഠിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ചില കിളികൾ പറക്കാറുണ്ട് തലയിലും മനസ്സിലും ഒക്കെ. അതിന്റെ അടിസ്ഥാനത്തിലെ വിഷയം ആത്മാവിൽ ഒരു കിളി. ആത്മാവിൽ ഒരു കിളി എന്ന് പറയുമ്പോൾ മനസ്സിൽ മാത്രമല്ല, ശരീരത്തിലും മുടിയിലും കയ്യിലും കാലിലും നഖത്തിലും വായിലും പിന്നെ പലയിടങ്ങളിലും കാണാൻ പറ്റാത്ത ഒരു പ്രക്രിയ ഇന്ന് സംഭവിച്ചു കൊള്ളുന്നു. ശ്വാസം സംഭവിച്ചു കൊള്ളുന്നു. ഓക്കെ, സച്ചിന് തുടരാം. ആത്മാവിൽ ഒരു കിളിയെ സൂക്ഷിക്കുന്നവരാണ് എല്ലാവരും. അത് തരുണന്മാർക്കാണെങ്കിൽ ഒരു പെൺകിളി ആയിരിക്കാം. ആത്മാവിൽ ഇത്തരത്തിൽ സൂക്ഷിക്കേണ്ട ആത്മാവ് വിഷയമാണ്. ആത്മാവ് 2 തവണ, കിളി 2 തവണ. ആത്മാവ് ഒരു തവണ പറയാം, കാര്യം ഒരാൾ ആവർത്തിക്കാൻ വിഷയമാണ്. ഇനി ആവർത്തിച്ച പ്രശ്നം പിടിക്കാം. ആത്മാവിൽ ഒരു കിളി. സച്ചിൻ ഷാജി തുടരൂ. അപ്പോൾ അന്തരംഗത്തിൽ നമ്മൾ എല്ലാ കാലത്തും ഒളിപ്പിച്ചു വെക്കേണ്ട മറ്റു ചില വസ്തുതകളെ കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി മനുഷ്യത്വം. അതില്ലെങ്കിൽ എന്ത് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിലൊരു കിളിയെ പാർപ്പിക്കാത്ത ആരും തന്നെ ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. എന്റെ ഹൃദയത്തിന്റെ എന്താ ചെറിയ തടസ്സം വിക്കൽ വന്നോലെ തോന്നി. കിളി എടുക്കുമായിരുന്നു. തുടരാം. എന്റെ ഹൃദയത്തിനകത്തു നിന്നും പറന്നുപോയ ഒരു പക്ഷിയെ തേടി അങ്ങ് അകലേക്ക് ഞാൻ സഞ്ചരിക്കവേ എന്നോട് അന്നാദ്യമായി അച്ഛന്റെ കൈവിരൽ തുമ്പിൽ നിന്ന് പോയി. അച്ഛന്റെ കൈവിരൽ തുമ്പിൽ നിന്ന് അച്ഛന്റെ കൈവിരൽ തുമ്പിൽ നിന്നൊരു കിളി പറന്നു പോകുന്നത് പോലെ താങ്കൾ കൈവിട്ടു പോയെങ്കിൽ അതിൽ അതിശയിക്കാനൊന്നുമില്ല. കാരണം മുടിയഴിച്ചിട്ട് ഭദ്രകാളിയെ പോലെ നിന്ന് ഞങ്ങളെല്ലാം പേടിപ്പിക്കുന്ന ഈ രാംശങ്കർ അച്ഛന്റെ കൈവിരൽ തുമ്പിൽ നിന്നും പോയെങ്കിൽ താങ്കൾ പറന്നു പോയെങ്കിൽ 2 പോയെങ്കിൽ എങ്കിൽ താങ്കൾക്ക് തുടരാം. രാംശങ്കർ എന്നാണ് സഹോദര പറഞ്ഞത്. പറഞ്ഞെങ്കിലായിരുന്നു അങ്ങനെയാണോ പറഞ്ഞത്? സച്ചിൻ എടുക്കണ്ടേ? ഇയാളാരും സച്ചിന്റെ അയൽവാസിയോ? ആ വാക്ക് ആവർത്തിച്ചു എന്ന് പറഞ്ഞ് തടസ്സം വിളിച്ച പ്രിയ സുഹൃത്തെ, താങ്കളോട് സഹതാപം തോന്നുന്നുണ്ട്. കാരണം താങ്കൾക്ക് ഇവിടെ പറയാൻ ഇനി താങ്കൾക്ക് തുടരാം. തമീം താജ്, താങ്കൾ 2 തവണ ഉപയോഗിച്ചു. എന്തായിരുന്നാലും പട്ടണത്തിലെ ഭൂതത്തിൽ നിന്ന് പുലിജന്മത്തിൽ പോയി ആടിനൊപ്പം കൈയാടി മലയാടി ഓട്ടമോടി ചാടിക്കൊണ്ട് കേരളം പറഞ്ഞത്. ചാടി ഓടിയല്ലേ പറഞ്ഞത്? അല്ല, ആദ്യം ആടി എന്നാ പറഞ്ഞത്, പിന്നെ ഓടി. അങ്ങനെ കേരളവർമ്മ പഴശ്ശിരാജയിൽ നിന്ന് ചതിയൻ ചന്തുവിലൂടെ കടന്നു പോകുമ്പോൾ മമ്മൂക്ക പറഞ്ഞതുപോലെ ചന്തുവിനെ തോൽപ്പിക്കല്ലേ. മമ്മൂക്ക പറഞ്ഞതുപോലെ അപ്പോൾ ചന്തുവിനെ കുറിച്ച് സംസാരിച്ചു വന്നപ്പോഴാണ് താങ്കൾക്ക് തെറ്റുപറ്റിയതെന്ന് കരുതുന്നു. ഇത് ഇന്നത്തെ യുവതലമുറ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടരട്ടെ. കിഷോർ എന്താ പറ്റി? കിഷോർ ആവർത്തിച്ചു. കിഷോർ തുടരാം. ഈ വേദിയിൽ നിൽക്കുമ്പോൾ എന്റെ വിരൽ വലിച്ചൂരി മുനകൂർമ്മിച്ച് ആത്മാവിന്റെ രക്തത്തിൽ തൊട്ട് കവിത എഴുതാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് എപ്പോഴും ആലോചിച്ചു പോകുന്നു. കാരണം എന്റെ സച്ചിൻ, ആത്മാവിലെ കിളിയെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചു വന്നത്. ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു ഉള്ളിന്റെ ഉള്ളിൽ താങ്കൾ മീര തത്ത കാക്ക മൈന തുടങ്ങിയിട്ടുള്ള പല ജാതിയിൽപ്പെട്ട നാനാവിധത്തിലുള്ള പക്ഷി മൃഗാദികളെ കണ്ടാണ് ഞാൻ എന്റെ നാട്ടിൻ പുറത്ത് വളർന്നത്. പക്ഷേ അന്നൊന്നും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു കിളിയെ എപ്പോഴോ ഞാൻ സൂക്ഷിച്ചു പോകും. മനുഷ്യ മനസ്സിന്റെ സംഘർഷത്തെ കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രീയ ലോകത്തിൽ ഉപരിയായി ഇന്ന് ബിരുദാനന്ദ ബിരുദം എടുത്ത് നമ്മളെല്ലാരും മുന്നോട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ എടുത്ത് എന്റെ ഉള്ളിലെ
സച്ചിൻ. ആത്മാവിൽ ജീവനുള്ള കിളിയെ പിടിച്ചിടാൻ ശ്രമിക്കുന്ന സുഹൃത്തെ, നമ്മൾ ഉള്ളിൽ ശേഖരിച്ചു വെക്കേണ്ട, ഒളിപ്പിക്കേണ്ട മറ്റു ചില വസ്തുതകളെ കുറിച്ച് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിന്റെ അന്തരംഗം സൂക്ഷിച്ചു വെക്കേണ്ട അത്യുത്തമമായ ഒളിപ്പിച്ചു വെക്കേണ്ട വെറുതെ കുത്തിയതാണ്. അല്ലല്ല, ഇത് ഒറിജിനൽ കുത്തിയതാണ്. താങ്കൾ തുടരാം. ആത്മാർത്ഥമായി ഞാൻ രേഖപ്പെടുത്തിയ ചുവന്ന വെളിച്ചത്തിന് അംഗീകാരം നൽകിയ പ്രിയ ശ്രീകണ്ഠൻ മാഷിനോട് സന്തോഷം അറിയിച്ചുകൊണ്ട് സംസാരിച്ചു കൊള്ളട്ടെ. ആത്മാവിന്റെ ഉൾത്തടങ്ങളിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കിളികൾ 2 എണ്ണങ്ങളാണ്. ഒന്ന് എന്റെ അപ്പൻ. സാർ ഞാൻ 2 തവണ ഉപയോഗിച്ചു. ഇല്ല സാർ, പറഞ്ഞോ. ഞാൻ എന്നതിലുപരി നീയോ നമ്മളോ ഇന്റെയോ എന്റെയോ അമ്മായിന്റോ നാത്തൂന്റോ മോളുടെ കാത്തേന്റോ കാക്കേന്റോ അമ്മായിപ്പ എളാപ്പ മൂത്താപ്പ കൊച്ചാപ്പ കുഞ്ഞാപ്പ. എന്താ മീര? മോന്റെയോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ വാക്കൊന്നും ഇല്ലല്ലോ. ഏത്? മോൻ എന്റെയോ അമ്മയുടെയോ അമ്മൂമ്മയുടെയോ മോന്തയുടെയോ എന്നൊക്കെ പറഞ്ഞു. മോന്തിന്നല്ല നാത്തൂനെന്നാണ് പറഞ്ഞത്. വ്യക്തമായി സാർ അത് പ്രാദേശിക ഭാഷയാണ്. ഇവിടെ ഇരിക്കുന്ന കോഴിക്കോടാരോട് ചോദിച്ചാൽ മതി. ശോഭ്യ സംസാരത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെടുത്തിയ മീര എന്ന എന്റെ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് സഞ്ജയ് തുടരാം. ആത്മാവിൽ സൂക്ഷിച്ചു വെക്കേണ്ട കിളിയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. എന്നാൽ ഇത്തരത്തിൽ കാര്യങ്ങളെ കൂലങ്കക്ഷമായി വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ അപഗ്രഥിക്കേണ്ട വസ്തുതകൾ ഒട്ടേറെ ഉണ്ടെന്ന് പറഞ്ഞുകൊള്ളട്ടെ. പറഞ്ഞു തമീം. അപ്പോ എന്റെ സുഹൃത്തിന്റെ മാനസിക സംഘർഷങ്ങളെ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് രാംശങ്കർ. അപ്പോൾ 1947 ആത്മാവിൽ നിന്നും കിളി പറന്നുപോയ ബ്രിട്ടീഷുകാരെ സ്മരിച്ചുകൊണ്ട് തുടരട്ടെ. ഇന്നലെ എന്റെ മനസ്സിൽ നിന്നും ഒരു പക്ഷി പറന്നുപോയായിരുന്നു. ഓക്കെ, ഇതിനകത്ത് നമുക്ക് സമയം അവസാനിച്ചു. നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നു. സംസാരിച്ചു തുടങ്ങേണ്ടത് തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ MV രാംശങ്കർ. ആർത്തിമൂത്ത സുന്ദരി. ആർത്തിമൂത്ത സുന്ദരി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന എന്റെ പ്രണയിനെ കുറിച്ചാണ്. തേവര ഹൃദയ കലാലയത്തിൽ കായലോരത്തുകൂടി അവളുടെ കയ്യും പിടിച്ച് നടന്നപ്പോൾ അവൾ എന്നോട് ചോദിച്ചു. താങ്കൾക്ക് തുടരാം. ആർത്തിമൂത്ത 2 സുന്ദരിമാരെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. വാക്കുകളോട് ആർത്തിമൂത്ത ഈ പെൺകുട്ടിയെയും ഞെക്ക് വെളിച്ചത്തോട് ആ വസ്തു മൂർച്ഛിച്ചു വന്ന മറ്റൊരു സുന്ദരിമണിയും. ഇത്തരത്തിൽ ഈ അവസരത്തിൽ നിന്നുകൊണ്ട് തരുണന്മാരുടെയും സുന്ദരിമണികളുടെയും സുന്ദരി. ഓക്കെ, മീര സുരേഷ്. സുന്ദരി മീര. സുന്ദരി ഒരിക്കലും സച്ചിൻ. സുന്ദരി ഒരിക്കലും ആർത്തിയാവില്ല എന്നാണ് പറയാൻ വന്നത്. എന്നാൽ സുന്ദരിക്ക് ആർത്തി ഉണ്ട് എന്ന് വീണ്ടും ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ അപഗ്രഥിച്ച് താങ്കൾക്ക് തുടരാം. ആർത്തിമൂത്ത് പലർക്കും വട്ടായിട്ടുണ്ട്. എത്രയോ സുന്ദരിമാർ എന്റെ പുറകെ നടന്നപ്പോൾ ഞാൻ തിരിഞ്ഞ് സുന്ദരിമാരെ പുറകെ നടക്കുമ്പോൾ ആൺകുട്ടികളുടെ ഹൃദയം നിലച്ചു പോകും, ശ്വാസം പോലും ഇല്ലാതാകും എന്നുള്ള വസ്തുത ഇവിടെ സ്മരിച്ചുകൊണ്ട് തന്നെ ആർത്തിമൂത്ത സുന്ദരി എന്ന് പറയുമ്പോൾ പുരാണങ്ങളിലേക്ക് നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു. ശൂർപ്പണക എന്നൊരു പെൺമണി അവിടെ ശ്രീരാമൻ, ലക്ഷ്മണൻ എന്നീ ആൾക്കാരെ കണ്ടുകൊണ്ട് കലാലയത്തിന്റെ വരാന്തയിൽ പല പെൺകുട്ടികളുടെ പുറകെ പോയിട്ടും അവരോടൊന്നും തോന്നാത്ത ഒരു ഇഷ്ടം ഇവിടെ വന്നു ചേർക്കുമ്പോൾ ഈ കാണുന്ന തരുണീമണികളോട് മനസ്സിന്റെ ഉൾത്തടങ്ങളിൽ കത്തിച്ചൊലിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അർത്ഥം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും സുന്ദരികളാണ് എന്ന യാഥാർത്ഥ്യം. വാക്കുകൾ വളച്ചൊടിച്ച് പിന്നെയും പോയി. സാർ ഇതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മലയാളത്തിലെ ചില പ്രമുഖ ചലച്ചിത്രങ്ങളായ അൻവർ, അതുപോലെ തന്നെ സാഗർ ഇലിയാസ് ജാക്കി, പട്ടണത്തിൽ ഭൂതം, പുലി മുരുകൻ, ആടു, പുലിയാട്ടം, കൈക്കോട്ട് പൊട്ടുപോയ ഞാനൊരു നീണ്ട നിര ചലച്ചിത്ര പേരുകൾ പറഞ്ഞ പോരെ? കാണിക്കുന്നത് ശരിയല്ല, അത് നടപ്പില്ല. ചക്കച്ചോള എണ്ണിയതുപോലെ ഇരിക്കും. അങ്ങനെ വാക്കുകൾ വളച്ചൊടിച്ച് ഇവിടെ ഒരു ആഘാതം തന്നെ സൃഷ്ടിക്കുകയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, സുന്ദരികൾ ഒരിക്കലും ഒരു കുശുംബികളല്ല. സുന്ദരികൾ ഒരിക്കലും ഞാൻ സുന്ദരിമാരെ നോക്കിയതാ സഹോദര. നോക്കിയത് നന്നായി, പക്ഷേ ഗ്യാപ്പ് വീണു. താങ്കൾക്ക് തുടരാം. എന്റെ ദൈവമേ, അധികം അടുത്ത് നിൽക്കാൻ പേടിയാകുന്നു. കാരണം കടിച്ചു തിന്നാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ പെൺകുട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. മുഖം അങ്ങോട്ട് നോക്കാതെ സംസാരിക്കാൻ ഈ നിമിഷം ആലോചിച്ചു പോകുന്നു. എന്റെ കാൽപ്പനികമായ വിഷയങ്ങളിലേക്ക് ആർത്തിമൂത്ത സുന്ദരിയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ പുരാണങ്ങളിലേക്ക് കടന്നു പോരുന്നു. വിക്കലുകൾ വരാതെ വ്യക്തമായി മലയാളം സംസാരിക്കുവാൻ മാഷെ താങ്കൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ സുന്ദരികളെ പറ്റി പറഞ്ഞപ്പോൾ ഒന്ന് ഓർക്കണം.
നാം ഒന്നിനെ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. നാം ഒന്നും സർ, സർ. നാം ഒന്നും സുന്ദരികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് ഓർക്കണം, നാം ശരി ഒന്ന്. ശരി പറഞ്ഞു മീര ഇങ്ങോട്ടൂടെ നോക്കിക്കോണം. സാറേ, ആ സുന്ദരനെ മാത്രം സാറേ, നോക്കാം. താങ്കൾ സാറേ, തുടരാം. സാർ, കല്യാണം കഴിഞ്ഞില്ല എന്ന് ആദ്യം പറഞ്ഞപ്പോ മുതൽ ഈ പെൺകുട്ടി എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 3 വയസ്സിന് എളുപ്പമാണ് മോനെ. അല്ല അത് മോനെ നോക്കി എന്താണെന്നറിയോ, ഇതിൽ നല്ല ആളെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാ. താങ്കൾക്ക് തുടരാം. സാറ് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ. തേച്ചിട്ട് പോയ പെൺകുട്ടിയുടെ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിന്റെ ഉൾത്തടങ്ങളിൽ കത്തിജ്വലിക്കുന്നത് കൊണ്ടാവാം അരികിലേക്ക് സുന്ദരിയെ കാണുമ്പോൾ ഒരവസരം എനിക്ക് തന്നുകൂടെ എന്നുള്ള വലിയ ചോദ്യം ഉയർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞുകൊള്ളട്ടെ, കലാലയത്തിന്റെ രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം സ്നേഹത്തിന്റെ പര്യായമായി പ്രവർത്തിക്കേണ്ട എല്ലാ വ്യക്തിത്വങ്ങളും സത്യം പറഞ്ഞാൽ ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. ആവർത്തിച്ചോ. താങ്കൾക്ക് തുടരാം. വിഷയം മറന്നുപോയി ഞാൻ. സച്ചിൻ തുടരാം. ആർത്തിമൂത്ത സുന്ദരിയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ രാമായണത്തിന്റെ ചില ഏടുകളിലേക്ക് കടന്നു ചെല്ലുകയുണ്ടായി. രാമൻ, ലക്ഷ്മണൻ എന്നീ സന്യാസിവര്യന്മാരെ പോലെയുള്ള രാജകുമാരന്മാരെ കണ്ടുകൊണ്ട് ശൂർപ്പണക എന്ന തരുണീമണി താങ്കൾക്ക് തുടരാം. തുടരാം. ആർത്തിമൂത്ത് വട്ടായി പോയ സുന്ദരി എന്റെ വീട്ടിന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. പുള്ളിക്കാരി നല്ല ഭംഗിയുള്ളവളാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ വിരോധാഭാസത്തിൽ കലാശിക്കുന്ന വസ്തുതകളാണ്. അദ്ദേഹം പുല്ലിംഗമാണ്. പുല്ലിംഗമാണ്. അദ്ദേഹം പുല്ലിംഗമാണ്. പുല്ലും പോയി. മൊത്തം കംപ്ലീറ്റ് പോയി. താങ്കൾക്ക് തുടരാം. അപ്പോൾ രാമൻ, ലക്ഷ്മണൻ എന്നീ 2 യുവകോമളന്മാരെ കണ്ടുകൊണ്ട് ഹൃദയത്തിൽ ആർത്തിമൂത്ത് കാമം നിറഞ്ഞ് ശൂർപ്പണക അവരുടെ മുൻപിലേക്ക് നടന്നു ചെന്ന് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ മൂക്കം മുലയുമറിഞ്ഞ പുരുഷാധിപത്യത്തിന്റെ മറ്റൊരു മുഖം കൂടി ഇവിടെ നമ്മൾ വീക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. അതുമാത്രമല്ല, സവർണരുടെ മേൽ നടത്തുന്ന ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ജാതി പ്രശ്നങ്ങളുടെയും ഒരു തുടക്കം കൂടി ആ ഒരു അവസരത്തിൽ സാരമില്ലല്ലോ സാറേ. താങ്കൾക്ക് തുടരാം. മീര, സുരേഷ്. രാമായണവും ഭാരത പര്യടനവും. സച്ചിൻ. ഭാരത പര്യടനത്തിലേക്ക് ഞാൻ കടന്നില്ല സുന്ദരി. ഞാൻ ഇപ്പോഴും വാൽമീകി രചിച്ച ആദികാവ്യത്തിൽ നിന്ന് നിൽക്കുകയായിരുന്നു. അവർണരുടെ മേൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രതിലോപനം കൂടെ ഇത്തരത്തിൽ വാക്ക് തെറ്റാണ്. തുടരാം. സ്വന്തമായി തന്നെ തടസ്സം വിളിക്കുന്ന ഈ പരിപാടിയിലെ ആദ്യത്തെ ആൾ. താങ്കൾക്ക് തുടരാം. അദ്ദേഹത്തെ ദൈവതുല്യനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം തെറ്റുകൾ ഏറ്റുപറയുന്നവനാണ് ഏറ്റവും വലിയ വ്യക്തിപ്രഭാവം. എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. ആർത്തിമൂത്ത് വട്ടായിപ്പോയ സുന്ദരിമാരെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തിൽ ഇന്നും സ്നേഹത്താൽ നിറഞ്ഞ് ഞാൻ സൂക്ഷിക്കുന്ന അമ്മച്ചിക്ക് അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. സുന്ദരിയാണ് അവൾ. എൻ്റെ അപ്പൻ സുന്ദരിമാർ സുന്ദരി പറഞ്ഞു. സുന്ദരി വിഷയത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് വരെ സംഭവിക്കാത്ത ചില കാര്യങ്ങൾ നടന്നു പോകുന്നതിലുപരിയായി കേരള വർമ്മ പഴശ്ശി രാജ ചതിയൻ ചന്തുവിനെ കണ്ടപ്പോൾ കാട്ടിലൂടെ പോയ ഒരു പൂച്ചയും എലിയും പല്ലിയും കീടനാശിനി മൂലം മരിക്കാനിടയായ ഒരു കാഴ്ചയാണ് പ്രമുഖരായ പലരും കാണുന്നത്. എന്താണ് എന്റെ ഈ വീക്ഷണത്തിൽ സംഭവിച്ചതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ വിഷയം എന്തുവായിരുന്നു? നമ്മുടെ വിഷയം എന്തായിരുന്നു? അല്ല, വിഷയത്തിലേക്ക് വളഞ്ഞു വരാണ്. വളഞ്ഞു വരിക. ആർത്തിയുള്ള സുന്ദരിയല്ല. രാജഗിരി കോളേജുകാരിലെ വളഞ്ഞാണോ വരുന്നത്? സാർ അല്ല, ആ കഥ ഫുള്ളാക്കട്ടെ. കഥ ഈ അതേ വളഞ്ഞാ വരുന്നത്. 19 സെക്കൻഡ് ആയിട്ട് നേരെയായില്ല. ഒരു 5 സെക്കൻഡ് കൊടുത്തു നോക്കാം. ഒരു 5 സെക്കൻഡ് സംസാരിച്ചു നോക്കും. ഇനി വളയരുത്, ഒന്ന് നേരെ വന്ന് നോക്കും. അങ്ങനെ കീടനാശിനി മൂലം മരിച്ച ആ മൃഗങ്ങളെ കണ്ട അല്ല അദ്ദേഹം 2 വട്ടം കീടനാശിനെ പറ്റി പറയണത്. സമയം അവസാനിച്ചു. നമ്മൾ ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. ആൾമാറാട്ടം. ഈ വിഷയത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സരാർത്ഥി തന്നെ മറ്റൊരാളായി വേഷം മാറുന്നു. പറയുന്ന ആളിനെ കുറിച്ച് വേണം. ഇപ്പൊ ഞാൻ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ മമ്മൂട്ടിയായിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ ശോഭന എന്ന് പറഞ്ഞാൽ ശോഭനയായിട്ട് വേണം സംസാരിക്കാൻ. ഇനി സംസാരിച്ചു തുടങ്ങേണ്ടത് രാജഗിരി കോളേജിലെ തമീം താജ്. ആൾമാറാട്ടത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ആൾ ദുൽഖർ സൽമാൻ. എന്റെ വാപ്പച്ചി എന്നും എന്നോട് പറയായിരുന്നു, സംസ്ഥാന അവാർഡുകളിലല്ല കാര്യം അവാർഡ് ഇംഗ്ലീഷ്, മലയാളം ഉണ്ട്. എന്താണ് മലയാളം? പുരസ്കാരം. താങ്കൾക്ക് തുടരാം. എന്നെ കാണുമ്പോൾ ഒരു തരത്തിലും ദുൽഖർ സൽമാന്റെ ചായയില്ലെങ്കിലും അദ്ദേഹമായി മാറി സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഒറ്റ മീര സുരേഷ്, രാജഗിരി കോളേജിലെ മീര. പാർവതി. മുടി ചുരുണ്ട് വട്ടപ്പൊട്ടുമായി മൊയ്തീന്റെ കാമുകിയെ കടന്നു വന്ന ഞാൻ ഇന്ന് മലയാള. താങ്കൾക്ക് തുടരാം. ദുൽഖർ സൽമാൻ. വളരെ വൈകിയാണ് ഞാൻ അമേരിക്കയിൽ എത്തിയത്. അവിടെ ട്രംപുമായി ഒരു സിനിമയിൽ സിനിമ മലയാളം ഉണ്ട്. സിനിമ മലയാളം എന്ത്? താങ്കൾക്ക് തുടരാം.
മലയാളത്തിന്റെ അഭ്രപാളിയിൽ എനിക്ക് മുൻപേ കടന്നു വന്ന ആളാണ് വാപ്പച്ചി. അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ കരവിരുതുകൾ കണ്ട് പഠിച്ച് അത് പകർത്താനായി ആഗ്രഹിച്ചുകൊണ്ട് പല വേദികളിലും എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും അനുകരണീയമായ അഭിനയ സച്ചിൻ രാജഗിരി കലാലയത്തിലെ തരുണീ മണികളെ, നിങ്ങളെ പോലുള്ളവരാണ് എന്റെ ആനന്ദവും ആവേശവും. ഇത്തരത്തിലുള്ള ഈ പെൺകുട്ടികൾ നൽകുന്ന പ്രോത്സാഹനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് മറ്റുള്ള പുരസ്കാരങ്ങളൊന്നും അത് സംസ്ഥാനത്തിൻ്റെതായാലും രാജ്യം തരുന്നതാണെങ്കിൽ കൂടി അത് അതിന്റെ അങ്ങനെ മൊയ്തീന്റെ നായികയെ ഞാൻ സിനിമ പിന്നെയും പോയി. അപ്പോൾ സുന്ദരി മണികളുടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾക്കിടയിലും നിങ്ങൾ തരുന്ന ഇത്തരം ആനന്ദം പുരസ്കാരങ്ങളുടെ മുൻപിൽ എത്രയോ ഇരട്ടി മധുരമുള്ളതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി ചെയ്യാൻ പോകുന്ന ചലച്ചിത്രങ്ങളെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടി വരുമ്പോൾ സംവിധായകരും ആ ചലച്ചിത്രത്തിന്റെ പുറകിലുള്ളവരും ചലച്ചിത്രത്തിൽ ഉപരിയായി ചില കാര്യങ്ങൾ വാപ്പച്ചി എന്നോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു. കാർ കളക്ഷനിൽ മാത്രം ദുൽഖർ സൽമാൻ എന്ന താങ്കൾ ഒരുപക്ഷെ മലയാള സിനിമയിലെ ഏറ്റവും സുന്ദരനും സിനിമ എന്ന് പറഞ്ഞു പെൺകുട്ടികൾ എപ്പോഴും വീടിന്റെ വിളക്കായിരിക്കണം എന്നതാണ് നിലപാട്. അത് വെച്ച് നോക്കുമ്പോൾ പാർവതിയും ശിവനും പോലെ ഒരു സ്ത്രീയും പുരുഷനും മലയാള സിനിമയുടെ എനിക്ക് പറ്റിയ അബദ്ധം അതേപോലെ താങ്കൾക്കും പറ്റിയത് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അന്യനിട്ട് പാറ പണിയരുത്. അതായിപ്പോ മനസ്സിലായോ? താങ്കൾക്ക് തുടരാം. എനിക്കിട്ട് പണിതപ്പോൾ ഇടുത്തി പോലെ തലയിൽ വന്ന് പതിച്ചത് മീരയുടേതാണെന്നുള്ള സന്തോഷം ഉള്ളിൽ ചേർത്തുകൊണ്ട് സംസാരിച്ചു തുടങ്ങട്ടെ. ദുൽഖർ സൽമാൻ എന്ന ഞാൻ അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ശരിക്കും വാപ്പച്ചിയിൽ നിന്നല്ല, മോഹൻലാൽ എന്ന കുലപതിയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവൃത്തികളും നടന വിസ്മയങ്ങളും കാഴ്ചപ്പാടുകളും ഒരുപാട് ഭ്രമിപ്പിച്ചിട്ടുണ്ട് എന്നിൽ. അതുകൊണ്ട് തന്നെ പറഞ്ഞുകൊള്ളട്ടെ സച്ചിൻ. നേരത്തെ ആവർത്തിച്ചോ? സച്ചിൻ തുടരാം. വരട്ടരുത്. താങ്കൾക്ക് തുടരാം. വിരട്ടലിലൊന്നും വീഴുന്നവനല്ല ചാർലി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. കാരണം അഭിനയത്തിന്റെ കുലപതിയായ ലാലേട്ടനെ ഇവിടെ സ്മരിച്ച അങ്ങയുടെ മഹാമനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഞാൻ രണ്ടു തവണ പറഞ്ഞു. താങ്കൾക്ക് തുടരാം. ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ ചെറുപ്പകാലത്ത് എനിക്ക് മിഠായി വാങ്ങി തന്ന ആ വ്യക്തിത്വത്തിൽ ഉപരിയായി വളരെ മലയാള സിനിമയെ കണ്ടുകൊണ്ടിരിക്കുന്ന തുടരാം. രാം ശങ്കർ എന്റെ വിജയത്തിന്റെ മീര. പാർവതി എന്ന എനിക്കൊപ്പം അഭിനയിക്കാൻ പല നടന്മാരും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഞാൻ എന്തുകൊണ്ടോ അതെല്ലാം തള്ളിക്കളഞ്ഞു. ഇനി ഒരിക്കലെങ്കിലും അവരുടെ അപേക്ഷ സ്വീകരിക്കാമെന്ന ഒരു മുൻവിധി അപേക്ഷിക്കാം. സച്ചിൻ പാർവതി, താങ്കൾ എത്ര വലിയ സുന്ദരിയായാലും കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇന്ത്യ വാക്കല്ലേ, രാജ്യത്തിന്റെ പേരല്ലേ? താങ്കൾക്ക് തുടരാം. പച്ചക്കാട് കൂടി സാറേ. പച്ചക്കാട് വേണല്ലേ? റെഡി. ഏറ്റവും കൂടുതൽ ആരാധകരുള്ള യുവ കോമളൻ, മലയാളത്തിലെ എക്കാലത്തെയും മികച്ച താരമായ മമ്മൂക്കയുടെ മകനായ ഈയുള്ളവൻ തന്നെയാണെന്ന അഹങ്കാരത്തോടെ അഭിമാനപൂർവ്വം പറയുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ല എന്ന് കരുതിക്കൊള്ളട്ടെ. അഭ്രപാളിയിൽ തെളിയുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം വിസ്മയാവഹമാണെങ്കിലും ഓരോ 23 സെക്കൻഡ് സംസാരിച്ചു. താങ്കൾക്ക് തുടരാം. ദുൽഖർ സൽമാൻ എന്ന എന്റെ ഒപ്പം ഒരുപാട് അഭിനയ പ്രതിഭകൾ അഭിനയിക്കണമെന്ന് അവസരം അഭിനയ തുടരാം. അപ്പോൾ അഭിനയ പ്രതിഭകളെ കുറിച്ച് പറഞ്ഞു വന്ന ആ കലവശമില്ലാതെ പരാജയപ്പെട്ടു പോയ സുഹൃത്തിനോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് അല്പം മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക് കടന്നു വരികയാണ്. ഏതൊരു ചലച്ചിത്ര താരത്തിന്റെയും ഉള്ളിൽ അഭ്രപാളിയിൽ കാണുന്നു എന്നതിനേക്കാൾ ഒരു പച്ച മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്. ഈ മാനവൻ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു നാട്യകാരനെ അവലോകനം ചെയ്യേണ്ടത്. എന്താ സംഭവിച്ചത്? കൊണ്ട് വീണ്ടും 22 അല്ല 22 സെക്കൻഡ്. ദുൽഖർ സൽമാൻ എന്ന ഞാൻ എത്രത്തോളം അഭിനയിച്ചാലും കാലങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിന്റെ ഏടുകളിൽ സൂക്ഷിക്കുന്ന ഒരുപാട് നടന്മാർ ചെയ്തതിന്റെ അടുത്തൊന്നും എത്തുകയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നു. എനിക്ക് താങ്കൾക്ക് തുടരാം. അല്ലല്ല, താങ്കൾ തുടരാം. അങ്ങനെ വേണ്ട. താങ്കൾ തുടരും. ദുൽഖറിന്റെ നായികയായും ഞാൻ ഒരു ചലച്ചിത്രത്തിൽ അഭിനയിച്ചു, ചാർലി.
അതിൽ എൻ്റെ ചുരുണ്ട മുടിയായിരുന്നു ഏറ്റവും വ്യത്യസ്തമായി മറ്റുള്ള നടിമാരിൽ നിന്നും എന്നെ കൊണ്ടുവന്നത്. ഓക്കെ, സമയം അവസാനിച്ചു. നമ്മൾ ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിനിടയിൽ രാജഗിരി കോളേജിലെ ഒരു പെൺകുട്ടിക്ക് ഒരു ലൈൻ മൂളണമെന്ന് പറയുന്നത്. എടാ, ആരാടോ മൂളുന്നേ? ഓക്കെ, ഓ റെഡി. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? മതിയല്ലേ? താങ്ക് യു. ഇരിക്കെ. ഓക്കെ, ഈ പരിപാടിയിലെ അവസാനത്തെ റൗണ്ട് കൊട്ടിക്കലാശം. അപ്പൊ കൊട്ടിക്കലാശത്തിലേക്ക് സംസാരിച്ചു തുടങ്ങേണ്ടത് മീര മുരളീധരൻ. കുറച്ച് പാചകം, കൂടുതൽ വാചകം. പാചകത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അമ്മയെയാണ്. അടുക്കളയിൽ വാചകങ്ങൾക്കൊപ്പം തന്നെ ഈ പ്രക്രിയ വളരെ ഭംഗിയായി അതിവിശാലമായി രുചികരമായി നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന അകത്തളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കുട്ടപ്പൻ ചേട്ടന്റെ തട്ടുകടയിൽ നട്ടപ്പാതിരാത്രി കൊറ്റയ്ക്ക് പുട്ടും കടലയും കഴിക്കാൻ പോയപ്പോഴാണ് അരികിലിരുന്ന പെട്ടിയിൽ നിന്നും ആകാശവാണി തിരുവനന്തപുരം കോഴിക്കോട് എന്ന് കേൾക്കുന്നതിനൊപ്പം ഞാൻ ശ്രമിച്ചത് വിഷയം പറഞ്ഞു. ഏതാണ് ഉച്ചയ്ക്ക് തച്ചിനെടുത്ത് പിച്ചിയെടുത്ത് പശമാങ്ങ കടിച്ചു നിന്നുമ്പോൾ ഉച്ചയിൽ വീണ മച്ചിങ്ങയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ അടുക്കളയിൽ തുടരാം. കട്ടപ്പനയിലെ കുട്ടപ്പഞ്ചേന്റെ തട്ടുകടയിൽ നിന്ന് ഒരു കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയല, മത്തി, ചൂര, കാരി, കണവ, കിളിമീൻ, കൂരി, കരിമീൻ, പച്ച, വാള, ബ്രാല്, ചൊറക്, ഐക്കൂറ, നത്തോലി എന്നിവ വറുത്ത് പൊരിച്ചത് കൂടാതെ 2 പാത്രം പൊറോട്ടയും ഒരു പാത്രം. ഇതേ തടസ്സമാണ് ഇതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട തമീമിനെ വിളിച്ചു. പക്ഷേ സാറ് ഞാൻ അതിന്റെ മീനിന്റെ ഞാനൊരു കുറെ ആ കുട്ടപ്പഞ്ചേട്ടന്റെ കടയിരിക്കുന്ന വറുത്ത് പൊരിച്ചു വെച്ച അതിമനോഹരമായി സംസാരിക്കാൻ അറിയുന്ന പെൺകുട്ടികളെ കാലങ്ങൾക്ക് മുൻപേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, അതിനൊപ്പം ഭക്ഷണം ചെയ്യാൻ കൂടി പഠിച്ചിരുന്നെങ്കിൽ എന്ന്. ഒരുപക്ഷെ കുട്ടപ്പൻചേട്ടന്റെ തട്ടുകടയിൽ നിന്ന് പൊറോട്ടയും മുട്ടക്കറിയും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്റെ അമ്മ പാകം ചെയ്തു തരുന്ന ഭക്ഷണത്തെ കുറിച്ച് ഞാൻ ഓർത്തത്. അവിയൽ, സാമ്പാർ, കിച്ചടി, തോരൻ, പച്ചടി എല്ലാം കഴിച്ചുകൊണ്ട് ഞാൻ വളർന്നപ്പോൾ എത്രമാത്രം ഭക്ഷണം കഴിച്ചാലും നീ തടിക്കാത്തത് എന്തേ പ്രിയ കൂട്ടുകാരാ എന്നുള്ള ചോദ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുന്നു. എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, എത്ര നന്നായി പാചകം ചെയ്യാൻ. ഈ ചായയും പഞ്ചസാരയും മുളകിനെയും എല്ലാം കുറിച്ച് പറയുന്നതിന് മുമ്പേ ഭക്ഷ്യ സാധനങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേക സവിശേഷത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പറഞ്ഞ് നമുക്ക് നന്നായി പാചകം ചെയ്യാൻ പാചകം ചെയ്യാനും വാചകം അടിക്കാനും അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ് എന്റെ സ്വപ്നത്തിലെ കാമുകി. എങ്കിലും ഇത്ര കാലം അങ്ങനെ ഒരു തരുണിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഞാൻ കൈ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് നടന്നോട്ടെന്ന് താങ്കൾക്ക് തുടരാം. അധികം നെഞ്ചോട് ചേർത്ത് നടന്നാൽ പ്രിയ കൂട്ടുകാരാ നാട്ടുകാരുടെ തട്ട് കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു കൊള്ളുന്നു. നന്നായി പാചകം അടിക്കാൻ അറിയുന്ന പെൺകുട്ടിക്ക് ഭക്ഷണം വെക്കുവാൻ അറിയുകയില്ല എന്ന യാഥാർത്ഥ്യത്തെ നാം വിസ്മരിക്കാതെ പോകുക. എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചത് അമ്മച്ചിയാണ്. അദ്ദേഹത്തിന് മീൻകറി അച്ഛന്റെ വിയർപ്പിനു പിന്നിൽ അമ്മയുടെ കഷ്ടപ്പാടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് എന്റെ ചെറുപ്പത്തിലാണ്. ഒരുപക്ഷെ അവിടെ നിന്ന് തന്നെ ആവണം നാവിലെ രുചി ആദ്യമായി അറിഞ്ഞു തുടങ്ങിയത്. മാത്രവുമല്ല പള്ളിക്കൂടത്തിൽ ഒരു ക്യൂവിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കുന്നത് ആംഗലേയ ഭാഷയാണെങ്കിൽ തന്നെ അതിൽ അധികമൊന്നും വിവരമില്ല എന്ന ഓർമ്മപ്പെടുത്തൽ പ്രിയപ്പെട്ട സാറിനോട് നടത്തിക്കൊണ്ട് സംസാരിച്ചു കൊള്ളട്ടെ. ഒരുപാട് നന്നായി വാചകം അടിക്കാൻ അറിയാം, പക്ഷെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ഭക്ഷണവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. വീട്ടിലെ ഏറ്റവും മോശം അല്ല ഒരുപാട് മീൻകറിയാണ് ഇതുവരെ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും പറഞ്ഞോളൂ. ഞാൻ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും മികച്ചതെന്നേ പറഞ്ഞുള്ളൂ. അല്ല നേരത്തെ ഞാനുണ്ടായിരുന്നു. നമ്മളാരാ ഇദ്ദേഹത്തിന്റെ എന്റെ സ്ത്രീ സങ്കല്പത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായി വാചകം അടിക്കുന്നതിന്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയെങ്കിലും സ്വന്തമായി ഉണ്ടാക്കാൻ അറിയുന്നവളായിരിക്കണം. രാജഗിരി കലാലയത്തിലെ തരുണി മണികളെ, നിങ്ങളിൽ
എത്ര പേർക്ക് അടുക്കളയുടെ അകത്തളങ്ങളിൽ കയറി ഭർത്താവിനോ അച്ഛനോ സുഹൃത്തിനോ ആങ്ങളൊക്കെയോ വേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ട്? സ്ത്രീവിരുദ്ധ നിലപാടാണിത്. അതിവിടെ നടക്കത്തില്ല. ശരിയല്ല. മാത്രമല്ല കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളൂ. താങ്കൾക്ക് തുടരാം. സ്ത്രീവിരുദ്ധ നിലപാടുകൾ എടുത്ത് നമുക്ക് മുമ്പിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തിനെ അഭിനന്ദിക്കാൻ ഈ നിമിഷം ഞാൻ എടുക്കുന്നു. ഒരുപക്ഷെ എന്റെ വീട്ടിൽ സച്ചിൻ സ്ത്രീവിരുദ്ധ നിലപാടാണ് എന്ന് പറഞ്ഞ പെൺസുഹൃത്തെ ഒരു കാര്യം ഒഴിവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്പം മുമ്പ് ഇവിടെ സൂചിപ്പിച്ച എല്ലാ ജോലികളും പുരുഷവർഗത്തിനും ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ള വസ്തുത ഇവിടെ പുരുഷവർഗത്തിന് ചെയ്യാൻ കഴിയാത്ത പണികളൊന്നും ഈ ലോകത്തില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സംസാരിക്കുന്നു. പക്ഷേ അമ്മ എന്ന സ്നേഹത്തിന് മുൻപിൽ പലപ്പോഴും നാം ഓരോരുത്തരും തോറ്റു പോകുന്നുണ്ട്. അവിടെ തുടരാം. നമ്മൾ സ്ത്രീയെ കുറിച്ച് പറഞ്ഞു വന്ന് എന്തുകൊണ്ട് പുരുഷവർഗത്തിൽ എത്തി നിൽക്കുന്നു? തരുണീമണികളെ കുറിച്ച് തന്നെ ഈ അവസരം സമയം അവസാനിച്ചു. അന്തം വിട്ടതുപോലെ പോണം. ഞാൻ കുന്തം വിഴുങ്ങിയ പോലെ ഇവിടെ നിൽക്കും. സംസാരിച്ചുകൊണ്ടേണ്ടത് തേവര SS കോളേജിലെ രാംശങ്കർ MV, രാജഗിരിയിലെ രാജകുമാരിമാർ. തേവര തിരുഹൃദയ കലാലയത്തെ കുറിച്ച് പറയാൻ ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് കാരണം തുടരാം. തിരുഹൃദയ കലാലയത്തെ കുറിച്ച് ഇവിടെ എന്തിനാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്? രാജഗിരിയിലെ രാജകുമാരിമാരെ കുറിച്ചാണ് നമ്മൾ ഇവിടെ തുടരാം. ഈ കലാലയത്തിലെ തരുണിമണികളെ കണ്ടപ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് ഇവരെല്ലാവരും രാജകുമാരികളാണെന്ന്. ഒരുപക്ഷെ വയനാടിന്റെ മലമെടുക്കുകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പലപ്പോഴും വിനാദയാത്ര എന്ന പേരിൽ നമ്മൾ അവിടെ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ രാജഗിരിയിലെ രാജകുമാരിമാർ. എന്തിനാണ് ഈ രാജകുമാരിമാരെ തടുത്തുകൂട്ടി താങ്കൾ വയനാട്ടിലേക്ക് പോരുന്നത്? രാജഗിരിയിലെ രാജകുമാരിമാരെ നിങ്ങൾക്ക് കാസർഗോഡേക്ക് സ്വാഗതം. അവിടെ എത്തിച്ചേരുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് പച്ചപ്പട്ടുടുത്ത വയലേലകൾ മാത്രമല്ല. നിങ്ങളെ സ്വാഗതം. കൂട്ടിക്കൊണ്ട് പോകണം രാജകുമാരിമാരെ. താങ്കൾക്ക് തുടരാം. താങ്കളുടെ ആഗ്രഹം രാംശങ്കർ. മലയാളത്തിന്റെ മരതകപ്പച്ച ഒതിച്ച കേരള നാട്ടിലുള്ള രാജഗിരി കലാലയത്തിലുള്ള എല്ലാ പെൺപിള്ളേരെയും നോക്കിക്കൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾ മാത്രമല്ല ഇവിടെയുള്ള മലയാള നാട്ടിലുള്ള രാജഗിരി കലാലയത്തിലുള്ള രാജഗിരി കലാലയത്തിലുള്ള രാജകുമാരിമാരെ വയനാട്ടിലേക്ക് പോകണ്ട, കാസർഗോഡേക്ക് ഗമിക്കേണ്ട. എന്റെ കലാലയമായ സെന്റ് തോമസിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാം. രാജഗിരി കലാലയത്തിൽ രാജകുമാരികൾ മാത്രമല്ല രാജകുമാരന്മാരുണ്ടും കൂടെ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഈ കലാലയത്തിന്റെ ഈ ഹർഷാരവം കേട്ട് നിങ്ങൾ പേടിച്ചെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, കാരണം അത് നിങ്ങളുടെ ഭയം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും താങ്കളുടെ തടസ്സം വിളി വെറും എപ്പോഴും എന്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. രാജഗിരി കലാലയത്തിൽ എത്രയോ സുന്ദരികളായ രാജകുമാരിമാരുണ്ട്. നിങ്ങളെ ഏവരെയും സെന്റ് തോമസിന്റെ മണ്ണിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം അവിടെ പുരുഷ കേസരികൾ മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത് അൽഫോൻസായുടെ നാമധേയത്തിലുള്ള മറ്റൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം കൂടി ഉണ്ടെങ്കിലും പ്രവേശനം നിഷേധിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു സംശയം, അങ്ങോട്ടുള്ള അവിടെ ഉണ്ടേ ഇരിപ്പുണ്ടോ? താങ്കൾക്ക് തുടരാം. അവിടെ എത്തിച്ചേർന്നാൽ പ്രിയപ്പെട്ട സച്ചിന്റെ കയ്യിൽ കൊടുക്കാൻ ഉണ്ട മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. എന്റെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്തത് അവിടുത്തെ പച്ചപ്പ് ആസ്വദിക്കാൻ മാത്രമാണ്. ഒരുപാട് സുന്ദരിമാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ രാജകുമാരികളായി നിൽക്കുന്നവരെ എന്റെ നയനങ്ങൾ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. എന്റെ കയ്യിൽ ഉണ്ടയാണ് എന്ന് പറഞ്ഞവനോട് വയനാട്ടിൽ ചെന്നാൽ കൊടുക്കാൻ എന്താണുള്ളത് എന്ന് ഞാൻ ഇവിടെ ഉറക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾ രാജകുമാരിമാരോ പ്രഭുവികളോ ആരും ആയിക്കൊള്ളട്ടെ, സെന്റ് തോമസിന്റെ മണ്ണിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ എല്ലാവരും ചക്രവർത്തിനിമാരായി. അറിയാമേലാൻഡ് ചോദിക്കുക, ഈ സെന്റ് തോമസിന്റെ കലാലയം എന്താ ഇത്ര വലിയ സംഭവമായതെന്ന് വയനാട്ടിന്റെ മലമിടുക്കുകളിൽ നിന്നും ഇറങ്ങി വന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. യാഥാർത്ഥ്യത്തോട് ഇഴുകിച്ചേർന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം രാജകുമാരികളാണ്. അതുപോലെ തന്നെ മറ്റൊന്നുകൂടി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. സാർ ഒന്നും മറ്റൊന്ന് രണ്ടാണ്. എന്റെ പൊന്നളിയ അല്ലേ തന്നെ കഷ്ടപ്പെട്ടാണ് സംസാരിക്കുന്നത്. രാജകുമാരന്മാരെ കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോകുന്നു. കാരണം ഞാനൊക്കെ എത്ര ആഗ്രഹിച്ചാലും ഇവരുടെ രാജഗിരി കലാലയം കേവലം ഒരു രാജകുമാരിമാരെ കാണണമെങ്കിൽ പലപ്പോഴും ഇവിടെ എല്ലാവരും സംസാരിച്ചത് അവരവരുടെ കലാലയത്തെ കുറിച്ചിട്ടാണ്, മറിച്ച് വിഷയത്തിൽ
മറിച്ച് രാജഗിരി കലാലയത്തിലെ തരുണീമണികളുടെ സൗന്ദര്യത്തെ പുകഴ്ത്തുവാൻ ഒരു അവസരം കിട്ടിയപ്പോൾ കലാലയം 2 പ്രാവശ്യം ആവർത്തിച്ചു. അത് അവിടെയാണ് കത്തിച്ചത്. ഇവിടെ താങ്കൾ കത്തിച്ചു. തിരുഹൃദയത്തിലെ രാജകുമാരിമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ കൈകളിൽ കേവലം വളകളല്ല, പക്ഷേ ചോരയുടെ നിറമുള്ള 3 വാക്കുകളാൽ അലങ്കരിക്കപ്പെട്ട നക്ഷത്രാങ്കിത ശുഭ്രപതാകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. രാജകുമാരി അപ്പൊ ഞാൻ പറഞ്ഞു സച്ചിൻ രാജഗിരി കേവലം ഒരു കലാലയമല്ല, ഒരു വിദ്യാഭ്യാസ സമുച്ചയമാണ്. അതുകൊണ്ടാണ് അല്പം മുമ്പ് നിങ്ങളുടെ പേര് ഞാൻ സൂചിപ്പിക്കാതിരുന്നത്. തീർച്ചയായും ഈ സമുച്ചയത്തെ എടുത്ത് നോക്കുമ്പോൾ രാജഗിരി തന്നെയാണ് ഏറ്റവും ഒരുപക്ഷെ ഈ രാജകുമാരികളുടെ ഇടയിലെ രാജകുമാരൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇരിക്കുന്നവരെല്ലാവരും സുന്ദരന്മാരാണ്. നീണ്ട താടിയും മിശയും അതിനപ്പുറം ബുദ്ധികൂർമ്മതയുമുള്ള ഇവരെ കുറിച്ച് ഒന്ന് മാത്രമേ എനിക്ക് മൊഴിയുവാനുള്ളൂ. ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത് രാജഗിരിയിലെ രാജകുമാരിമാരെ കുറിച്ചാണ്. എന്തുകൊണ്ടെന്നാൽ രാജഗിരിയിലെ രാജകുമാരിമാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലായിടത്തുമുള്ള പെൺകുട്ടികൾ രാജകുമാരിമാരാണ്. രാജകുമാരിക്ക് തടസ്സം വിളിച്ചതിനു എനിക്ക് നൽകിയ അവസരത്തെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഒരുപാട് പെൺകുട്ടികൾ ഇക്കൂട്ടത്തിലുണ്ട്. പക്ഷേ സുന്ദരി ആരാണെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഹൃദയത്തിന്റെ ഏടുകളിൽ നന്മ സൂക്ഷിക്കുന്നവൾ ആരോ അവളാണ് മുഖകാന്തി ഉള്ളവളെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സംസാരിക്കട്ടെ. ഉണ്ണിയാറിന്റെ കഥകളിലേക്കൊന്ന് കടന്നു ചെല്ലാം. ലീലയും അതിനോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിച്ച പല സ്ത്രീ കഥാപാത്രങ്ങളും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ പോലെ 3 അക്ഷരങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട നക്ഷത്രാങ്കിത ശുഭ്രപതാക കയ്യിലേന്തി നടക്കുന്നവരാണ് രാജകുമാരിമാർ എന്ന് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ നിന്നും വരുന്നത് എന്ത് പതാക കയ്യിലെടുത്താലും ഹൃദയത്തിൽ നന്മയില്ലെങ്കിൽ അവൾ പെൺകുടിയല്ല, പാഴ്ജന്മമാണെന്നുള്ള വലിയ സൂചന പ്രിയപ്പെട്ട കൂട്ടുകാരന് എറിഞ്ഞു നൽകിക്കൊണ്ട് സംസാരിക്കട്ടെ. കാലങ്ങൾക്ക് മുൻപ് ഞാൻ ഒരിക്കൽ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവളുടെ കണ്ണുകൾക്ക് നല്ല സൗന്ദര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ രാജകുമാരിയിലെ മാത്രമല്ല ഒക്ടോബർ 6, 7 തീയതികളിൽ ഇൽഫ്ലോറെ കാണാൻ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന സുന്ദരികളെ നിങ്ങൾ നമ്മൾ ഈ സമയം ഇവിടെ അവസാനിക്കുന്നു. ഈ എപ്പിസോഡിൽ ആരാണ് മുഖ്യവാഗ്മി അല്ലെങ്കിൽ പ്രധാന പ്രസംഗ പുങ്കവൻ? രാജഗിരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ക്ഷമാശീലരായ വിദ്യാർത്ഥികളുടെ പിൻബലത്തോടെ മത്സരാർത്ഥികൾ നടത്തിയ പ്രകടനത്തിന്റെ ഫലം. മുഖ്യവാഗ്മി കാസർകോട്ടെ സച്ചിൻ ഷാജി. രണ്ടാം സ്ഥാനത്ത് വയനാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന കിഷോർ തോമസ്. കിഷോർ വരൂ. വയനാട് ചുരം ഇറങ്ങി വന്ന കിഷോർ തോമസ് സെന്റ് തോമസ് കലാലയത്തിന്റെ അഭിമാന പ്രതിഭ സച്ചിൻ ഷാജിക്ക് പുരസ്കാരം സമ്മാനിക്കുന്നു. പ്രസംഗ പുങ്കവൻ. സച്ചിൻ, ഈ അനുഭവത്തെ കുറിച്ച് പറയൂ. എപ്പോഴത്തെയും പോലെ ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് കിഷോറേട്ടനാണ്. കാരണം ഈ ഒരു ഫ്ലോറിന്റെ അകത്തും പുറത്തും കിഷോറേട്ടൻ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒരു ചേട്ടനായിട്ട്, ഒരു സുഹൃത്തായിട്ട്, വാത്സല്യത്തോടെ കത്തോടെ എപ്പോഴും നമ്മുടെ കൂടെയുള്ള. അപ്പം കിഷോറേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഒപ്പം ഞാനിവിടെ നന്ദിയോട് ഓർക്കുന്ന എൻ്റെ നാട് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടാണ്. കാസർഗോഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വടക്കേ അറ്റത്തുള്ള ഒരു ജില്ല, എൻഡോസൾഫാൻ്റെ ജില്ല ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ കാസർഗോഡും ശക്തന്മാരായ മനുഷ്യരുണ്ട്, ആൺകുട്ടികളുണ്ട്, ചുണക്കുട്ടികളുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ നാടിന് വെള്ളരിക്കുണ്ടിന് കാസർഗോഡ് നന്ദി പറയുന്നു. അച്ഛൻ ഇങ്ങോട്ട് വരൂ. കിഷോറിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ ഇങ്ങോട്ട് വരൂ. അച്ഛൻ വെറും ഒരു അച്ഛനല്ല, അച്ഛൻ പൊന്നച്ഛനാ. ഇത്രയും വലിയൊരു പൊന്നാക്കിനെ ക്രിയേറ്റ് ചെയ്തില്ല. മാത്രമല്ല സച്ചിനോട് ഏറ്റുമുട്ടാൻ തയ്യാറെടുത്ത ഒരു സുന്ദരിക്കുട്ടി ഇവിടെ ഉണ്ട്. അതായത് വിക്കിപീഡിയ എന്ന പേരിൽ ഇനി അറിയപ്പെടാൻ പോകുന്ന നമ്മുടെ മീര. അല്ല, അപ്പൊ വരൂ, നിങ്ങളെല്ലാവരും വരൂ വരൂ വരൂ. ഇദ്ദേഹത്തെ കുറിച്ച് എന്താ പറയുന്നത്? രാജഗിരിയുടെ അഭിമാനം. പെണ്ണുരമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ട പോലെ സച്ചിനും തടുക്കാൻ പറ്റില്ല. സച്ചിനും കിഷോറിനും ആർക്കും തടുക്കാൻ പറ്റില്ല. ഈ മീര എന്നൊക്കെ പറയുമ്പോൾ കിഷോറിന്റെ അടുത്ത് മീര നിൽക്കുമ്പോൾ നന്ദകിഷോറിനെ പ്രണയിച്ച മീരയൊക്കെയാണ്. ഇത് നന്ദകിഷോറിനെ കൊല്ലാൻ വരുന്ന മീരയാണ് ഇവിടെ കാണുന്നത്. ഇതൊരു ഒന്നൊന്നര സംഭവമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒപ്പം ഇക്കൂട്ടത്തിൽ തന്നെ രാജഗിരി കലാലയത്തിന് വലിയ നന്ദി പറയുന്നു. നിങ്ങൾ തന്ന സപ്പോർട്ട് അപാരമായിരുന്നു. രാജഗിരി കലാലയത്തിന് പ്രത്യേക നന്ദി പറയുന്നു. അപ്പൊ താങ്ക് യു. അപ്പൊ കൂടുതൽ സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. കൂടുതൽ നല്ല വിഷയങ്ങളുമായി സന്ധിക്കും വരെ വണക്കം.